ലോക കിരീടവുമായി ഇന്ത്യൻ ടീം മുംബൈയിൽ വിമാനമിറങ്ങി. അല്പസമയത്തിനകം തന്നെ വിക്ടറി പരേഡ് ആരംഭിക്കുകയാണ്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമലെ, എന്തായാലും വലിയ സ്വീകരണമായിരുന്നു ഇന്നിപ്പോൾ അവർക്ക് നൽകിയിരുന്നത്. അതായത് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് ആരാധകരുടെ ആ ഒരു ആവേശം എന്ന് പറയുന്നത്. ശേഷം പ്രധാനമന്ത്രിയും അവരെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മുംബൈയിലെ ഒരു ആവേശം? ഭദ്ര, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം വർഷങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ് 2020 ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇന്ത്യയിൽ ക്രിക്കറ്റ് ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഡൽഹിയിൽ പുലർച്ചയോടുകൂടി വിമാനമിറങ്ങി. അവിടെ നിന്നും പ്രധാനമന്ത്രിയുടെ പ്രത്യേക സൽക്കാരമുണ്ടായിരുന്നു. അതിനു ശേഷം വിശ്രമത്തിനുമൊക്കെ ശേഷം ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി മുംബൈയിൽ വിമാനമിറങ്ങുമെന്നായിരുന്നു ആദ്യം അവരുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അല്പം വൈകിയാണ് ടീം ഇത്തരത്തിൽ മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വിക്ടറി പരേഡ് അടക്കം വൈകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ ക്രിക്കറ്റ് ആരാധകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 4 മണിക്കാണ് ഇത്തരത്തിൽ ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് ആരാധകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയോട് തന്നെ, അതായത് ഏകദേശം ഒരു 2 മണിക്ക് മുന്നേ തന്നെ ആരാധകരൊക്കെ തന്നെയും ഈ സ്റ്റേഡിയത്തിന് ചുറ്റുമായി നഗരവീതിയിലൊക്കെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് 4 മണിയാകുമ്പോഴേക്കും ആരാധകർ ഈ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. 2 മണിക്കൂർ, അതായത് 6 മണി വരെയായിരുന്നു ആരാധകർക്ക് ഈ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു പെർമിഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ആ ഒരു ഗേറ്റുകളൊക്കെ തന്നെയും അടയ്ക്കേണ്ട ഒരു സാഹചര്യം. കാരണം അത്രയ്ക്ക് വലിയ ഒരു തിരക്കാണ് ഈ വാങ്കഡെ സ്റ്റേഡിയത്തിനകത്തേക്ക് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം 17 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയ ഈ 2020 കിരീടം അതൊന്ന് കാണുവാൻ വേണ്ടി, ആ കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ച ക്രിക്കറ്റ് താരങ്ങളെ ഒന്ന് കാണുവാൻ വേണ്ടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരാധകർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ BCCIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിക്ടറി പരേഡ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്നും നരിമാൻ പോയിന്റിലേക്കും, നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കും ഇത്തരത്തിൽ 2 കിലോമീറ്ററാണ് ഈ വിക്ടറി പരേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെയും വലിയ ക്ഷീണിതരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ, അതായത് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമുള്ള ആ ബോഡി ലാംഗ്വേജിൽ തന്നെ അത് വ്യക്തമാണ്. ക്രിക്കറ്റ് താരങ്ങളൊക്കെ വലിയ ക്ഷീണിതരാണ്. ഒരു മാസമായുള്ള ആ ഒരു ടൂർണമെന്റ്, അതിനുശേഷമുള്ള ആ ഒരു യാത്ര, ഇതൊക്കെ കൊണ്ട് തന്നെ താരങ്ങൾ വലിയ ക്ഷീണിതരാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി വളരെ ലളിതമായ ചടങ്ങുകളാണ് നിലവിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 2 കിലോമീറ്റർ ഉള്ള ഈ ഒരു വിക്ടറി പരേഡിന്റെ ഭാഗമായി നഗരവീഥികളൊക്കെ തന്നെ, മുംബൈയുടെ ഈ ഒരു നഗരവീഥികൾ, പ്രത്യേകിച്ച് ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്നും നരിമാൻ പോയിന്റിലേക്കുള്ള ഈ 2 കിലോമീറ്ററിൽ ആരാധകരൊക്കെ തന്നെയും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അവർ ക്രിക്കറ്റ് താരങ്ങളുടെ ഒക്കെ പേരുകൾ വിളിച്ച് ആർപ്പ് വിളിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മ, ഒപ്പം തന്നെ വിരാട് കോഹ്ലി പോലുള്ള സീനിയർ താരങ്ങളുടെ പേര് ആർപ്പ് വിളിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ചാന്ത് ചെയ്യുന്ന ഒരു സാഹചര്യം. അതേസമയം തന്നെ മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായ ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നുള്ളത്. പ്രത്യേകിച്ച് മുംബൈയുടെ മണ്ണിൽ എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അവിടെ ഗുജറാത്തിൽ നിന്നും ഈ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയും മുംബൈ ടീമിന്റെ ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലായിരുന്നു ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായത്. അത് ആരാധകരെ ഒക്കെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നു. ആ ഒരു IPL ടൂർണമെന്റിൽ അടക്കം ഈ മുംബൈ ഇന്ത്യൻസ് അവരുടെ പ്രകടനം മോശപ്പെട്ട ഒരു പ്രകടനം തന്നെയായിരുന്നു. അതുകൂടി വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിയ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഒരു മത്സരം കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദക്ഷിണാഫ്രിക്കയുടെ കൈകളിലുണ്ടായിരുന്ന മത്സരമാണ് നിലവിൽ അത് ഇന്ത്യ സ്വന്തമാക്കുകയാണ്. പ്രത്യേകിച്ച് അവസാന 4 ഓവറുകളിൽ അതിൽ 17ാമത്തെ ഓവർ എറിഞ്ഞിരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ആ ഓവറാണ് യഥാർത്ഥത്തിൽ ആ ഒരു മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്.
നിലവിലിപ്പോൾ ഇവിടെ നമുക്ക് ഈ ആരാധകരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ആർപ്പ് വിളിക്കുന്നത് ഈ ഹാർദിക് പാണ്ഡ്യയുടെ പേരിൽ കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാസ്തവത്തിൽ സഞ്ജു സാംസനെ കുറിച്ച് ഈ ആഘോഷത്തിനിടയിൽ സംസാരിക്കേണ്ട എന്ത് കാര്യമെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തിരിച്ച് ചോദിച്ചേക്കാം. എങ്കിലും ചില പ്രേക്ഷകർക്കെങ്കിലും കൗതുകം ഉണ്ടായിരിക്കും, ഇവരുടെ കൂട്ടത്തിൽ സഞ്ജു സാംസൺ ഉണ്ടോ, സഞ്ജു സാംസൺ കൈ ഉയർത്തി കാണിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തിന് അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. അതേസമയത്ത് സിംബാബ്വേയിലേക്ക് പോകാനുള്ള സാധ്യതകളുടെ മങ്ങലിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് സഞ്ജു സാംസൺ ഈ ആഘോഷ പ്രകടനങ്ങളുടെ വേളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഏതെങ്കിലും പ്രേക്ഷകർ ചോദിച്ചാൽ എന്താണ് ഉത്തരം? തീർച്ചയായും ഈ ഒരു മത്സരം വിജയിച്ചതിൽ സഞ്ജു സാംസണും വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ നമ്മൾ മുന്നേ തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യ ഈ 4 വട്ടം ലോക കിരീടത്തിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെയും ഓരോ മലയാളി താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് 1983 കപിലിൻ്റെ ചെകുത്താന്മാർ ഏകദിനത്തിൽ ഈ ഒരു ലോക കിരീടം ഉയർത്തുമ്പോൾ അവൾ സുനിൽ വത്സൻ എന്നൊരു താരമുണ്ടായിരുന്നു. അദ്ദേഹം ടൂർണമെന്റിൽ ഒന്നും തന്നെ കളിച്ചിരുന്നില്ല. പിന്നീട് 2007 മഹേന്ദ്ര സിംഗ് ധോണി 2020 ലോക കിരീടം ആദ്യമായി ഉയർത്തുമ്പോഴും അവിടെ ശ്രീശാന്ത് ഉണ്ടായിരുന്നു മലയാളി സാന്നിധ്യം. പിന്നീട് 2011 ധോണി ഏകദിന ലോകകപ്പ് ഉയർത്തുമ്പോഴും അവിടെ ശ്രീശാന്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ 2024 ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ലോക കിരീടം ഉയർത്തുമ്പോൾ അവിടെ സഞ്ജു എന്ന മലയാളി താരമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 15 അംഗ സ്ക്വാഡിലേക്ക് ഒരു താരത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കളി മികവ് തന്നെയാണ്. IPL അത്ര മികച്ച ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പേരിലാണ് നിലവിൽ ഈ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ടൂർണമെന്റിൽ കളിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിനു മുന്നേ തന്നെ സന്നാഹ മത്സരങ്ങൾ അടക്കം ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു 15 അംഗ സ്ക്വാഡിൽ സഞ്ജു സാംസൺ കൂടി ഉണ്ട് എന്ന് പറയുന്നത് മലയാളികൾക്കൊക്കെ വലിയ അഭിമാനം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഇന്ത്യക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഈ ഇന്ത്യൻ ആരാധകരിലും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലും പരിസരങ്ങളിലും ഒക്കെയുള്ള ഈ ഇന്ത്യൻ ആരാധകരിലും ഏറ്റവും കൂടുതലായ മലയാളികൾ ഉണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. അതേസമയം തന്നെ ഈ ഒരു വിക്ടറി പരേഡ് നടക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഴ കൂടി ഉണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. ഇതിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഇന്ത്യ ആദ്യമായി 2020 ലോകകപ്പ് നേടുന്ന 2007 ഇത്തരത്തിൽ അതിനുശേഷം ഈ ഒരു വിക്ടറി പരേഡ് നടക്കുന്ന ആ സാഹചര്യത്തിലും വലിയൊരു മഴയുണ്ടായിരുന്നു. സമാനമായൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ 17 വർഷങ്ങൾക്ക് ശേഷം 2024 മുംബൈയിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ വളരെ ലളിതമായ രീതിയിൽ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുക എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ BCCI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിക്കാനുള്ള ഒരു പദ്ധതിയാണ് നിലവിലുള്ളത്. ആദ്യം 7 മണി മുതൽ 7:30 വരെയുള്ള ഒരു 30 മിനിറ്റിൽ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കാം എന്നൊരു നിർദ്ദേശമായിരുന്നു BCCI മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്താൻ വൈകിയതിനാൽ തന്നെ ഒരു പക്ഷേ 8 മണിയോട് ചിലപ്പോൾ ചടങ്ങുകൾ നടക്കാൻ 8 മണി ആയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് പാരിതോഷികമായി പ്രഖ്യാപിച്ച 125 കോടി രൂപ ഇത് ഇന്ത്യൻ താരങ്ങൾക്കും ഒപ്പം തന്നെ ഇന്ത്യൻ പരിശീലകർക്കും ഒപ്പം തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇവർക്കൊക്കെ നൽകുന്ന ചടങ്ങുകൾ മാത്രമാണ് ഉള്ളത്. ഇത്തരത്തിൽ 30 മിനിറ്റുള്ളിൽ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയാക്കും. എന്ത് തന്നെയായാലും ഇതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് തങ്ങൾ കാത്തിരുന്ന ആ ഒരു ലോക കിരീടം അടുത്തു നിന്ന് കാണുക, ആ ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ഒപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് പരിശീലകരെ ഒപ്പം തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഇവരൊക്കെ അടുത്തു നിന്ന് കാണുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വലിയ ഒരു ക്രിക്കറ്റ് ആരാധക കൂട്ടം തന്നെയാണ് മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിലും ഒപ്പം തന്നെ മുംബൈയിലെ നഗരവീഥികളിലും ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ ക്രിക്കറ്റ് താരങ്ങളും പരിശീലകരും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഒക്കെയായി ഈ ഒരു ലോക കിരീടവുമായി തുറന്ന വാഹനത്തിൽ ഇവർ ഈ ഒരു നഗരവീഥിയിലൂടെ ഈ ഒരു വിക്ടറി പരേഡ് നടത്തും. വാങ്കഡെ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിച്ചതിനു ശേഷം ഇവർ ബസ്സിലാണ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു തുറന്ന വാഹനത്തിലായിരിക്കും ഈ 2 കിലോമീറ്റർ, അതായത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്നും നരിമാൻ പോയിന്റിലേക്കും നരിമാൻ പോയിന്റിൽ നിന്ന് തിരിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കും ഈ വിക്ടറി പരേഡ് നടക്കും. അല്പസമയത്തിനകം തന്നെ വിക്ടറി പരേഡ് ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഭദ്ര. ശരി, എന്തായാലും അമൽ, അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം നമുക്ക് കാണുമ്പോൾ അറിയാം ദൃശ്യങ്ങളിൽ. അതായത് ഒരു ഭാഗത്ത് യഥാർത്ഥ സാഗരം, മറ്റൊരു ഭാഗത്ത് ജനസാഗരം. ഇങ്ങനെയാണ് ആ വാങ്കഡെ സ്റ്റേഡിയം അല്ലെങ്കിൽ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ള ആ ഒരു വഴി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴയെപ്പോലും വകവയ്ക്കാതെ അത്രത്തോളം ആവേശത്തിലാണ് നേരത്തെ പരേഷ് അടക്കം സൂചിപ്പിച്ചതുപോലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പറയുമ്പോൾ നേരത്തെ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തണമെങ്കിൽ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് വിശ്വസിക്കേണ്ടി വരും എന്ന് സഞ്ജു സാംസൺ പറഞ്ഞൊരു
കാര്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പരേഡ് പൂർത്തിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക കിരീടം കാണാൻ വേണ്ടി പതിനായിരക്കണക്കിന് അതിനും മേളിൽ ആളുകളാണ് ഇപ്പോൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്.